ശോധനകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുന്നത് ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ മുൻ നിർണയത്തിൽപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ചിലത് കടന്നു വരുന്നത് ദൈവ പ്രവർത്തിക്കുക. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത്. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് തെളിയിക്കുന്നതാണ് ഈ സുവിശേഷം. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്ന ഭാഗമാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഇവനെങ്കിലോ നിന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തിയാണെങ്കിൽ വെളിപ്പെടുവാനത്രേ. കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, റബി, ഇവൻ ഇങ്ങനെ ജനിക്കുവാൻ കാരണം എന്താണ്? ആര് പാപം ചെയ്തിട്ട് ആണ് എന്ന്. അതിന് കർത്താവ് കൊടുത്ത മറുപടിയാണ്, ഇവനെങ്കിലോ ഇവൻ അമ്മയപ്പന്മാരെങ്കിലോ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനത്രേ. അതേ പ്രിയമുള്ളവരെ, അനേക കുരുടര്, അനേക വ്യാധികളാൽ നിറഞ്ഞ അനേകർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? ചിലരുടെ ജീവിതത്തിൽ ചില ശോധനകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുന്നത് ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ മുൻ നിർണയത്തിൽപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ചിലത് കടന്നു വരുന്നത് ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അതെ, തൻ്റെ ജീവിതത്തിൽ ഈ ഒരു ശോധന വന്നത്, ഈ ഒരു കഷ്ടത വന്നത്, ഇത്രയും നാളും കഷ്ടത അനുഭവിച്ചതിൻ്റെതായ ആ ഒരു അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിത്യജീവൻ്റെ അവകാശിയായി ദൈവപുത്രൻ്റെ രക്ഷിതാവായി സ്വീകരിക്കത്തക്ക വിധത്തിൽ ആ ഒരു സന്ദർഭം ഇടയായിത്തീർന്നു. അതേ പ്രിയമുള്ളവരെ, ചിലരുടെ ജീവിതത്തിൽ അല്ല, ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ചിലത് കർത്താവ് മറച്ചു വെച്ചിരിക്കുന്നത് ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആമേൻ. അവിടുന്ന് ഈ ലോകത്തിലായിരിക്കുന്ന സമയങ്ങളിൽ തന്നെ ഏൽപ്പിച്ചതായ ആ ദൗത്യം നിർവഹിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്കിവിടൊക്കെയും കാണുവാൻ സാധിക്കുന്നത്. അതേ, പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്ന പുത്രനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, അവിടുത്തെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കളും അവകാശികളുമാക്കി തീർത്തിരിക്കുമ്പോൾ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളെയും ചിലത് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, ദൗത്യ നിർവഹണത്തിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ചില കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ, ബന്ധനത്തിലിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ ഒക്കെയും ദൈവം നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുമ്പോൾ, നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ആ ദൗത്യം നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ആ വിളിയുടെ മുന്നിൽ സമർപ്പിച്ച് നാം മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതെ, ആ കുരുടിന് സൗഖ്യം പ്രാപിച്ചതുമൂലം പരീശന്മാർ, യഹൂദന്മാർ തന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. ചില ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ വന്നപ്പോൾ ഇതുവരെയും കുരുടനായിരുന്നു, തന്നെ ആരും അറിഞ്ഞിരുന്നില്ല, ആരും തന്നെ ശ്രദ്ധിച്ചതുപോലുമില്ല. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ വന്നപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുവാനും പരിഹസിക്കുവാനും അനേകർ ചുറ്റും എഴുന്നേൽക്കുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിലും ചില ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ പലപ്പോഴും ഈ സന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ ഈ പലതായ ശോധനകൾ പലതായ കുറ്റപ്പെടുത്തലുകളൊക്കെയും കടന്നു വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകരുത്. കാരണം
ദൈവത്തിൻ്റെ നിർണയത്തിലുള്ള, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ മാത്രമേ ചില ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി, ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതിനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.